നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക ആവശ്യത്തിനായുള്ള 14.2 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 60 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ വില 913 രൂപയായും മുംബൈയിൽ 912.50 രൂപയായും ഉയർന്നു കഴിഞ്ഞു. എന്നാൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്കാണ് ഏറ്റവും വലിയ പ്രഹരം ഏറ്റിരിക്കുന്നത്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് 114 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതിയും വില ഒന്ന് വർദ്ധിപ്പിച്ചിരുന്നു. ഇതോടെ ഈ വർഷം മാത്രം വാണിജ്യ സിലിണ്ടറുകൾക്ക് 300 രൂപയിലധികം വില കൂട്ടിയിരിക്കുകയാണ്. ഇത് ഹോട്ടൽ മേഖലയെയും ചെറുകിട വ്യവസായങ്ങളെയും വൻ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. വിലക്കയറ്റത്തോടൊപ്പം നമ്മളെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് സിലിണ്ടർ ബുക്കിംഗിലെ നിയന്ത്രണങ്ങൾ. ഇനി മുതൽ ഒരു സിലിണ്ടർ കൈപ്പറ്റി കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടറിന് ബുക്കിംഗിനായിട്ട് ഒരു നിശ്ചിത ഇടവേള കർശനമായി നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താക്കൾക്ക് പുതിയ സിലിണ്ടറിനായി 21 മുതൽ 25 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. 2 സിലിണ്ടർ ഉള്ളവർക്ക് 2 ബുക്കിംഗുകൾക്കിടയിൽ കുറഞ്ഞത് 30 ദിവസമെങ്കിലും ഇടവേള ഉണ്ടായിരിക്കണം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ഭീതിയിൽ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് പാനിക് ബുക്കിംഗ് തടയാനാണ് എണ്ണ കമ്പനികൾ ഈ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അനാവശ്യമായി സിലിണ്ടറുകൾ സംഭരിച്ചു വെക്കുന്നത് ഒഴിവാക്കി വിതരണ ശൃംഖലയെ നിലനിർത്താനാണ് ഈ നീക്കം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായത്? ഇതിന്റെ പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം രൂക്ഷമായതോടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന പാതയായ ഹോർമൂസ് കടലിടുക്ക് അസ്ഥിരമായിരിക്കുകയാണ്. ഇന്ത്യ തന്റെ പാചകവാതക ആവശ്യത്തിന്റെ 60% ഇറക്കുമതി ചെയ്യുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ തന്നെ ഭൂരിഭാഗവും വരുന്നത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. കപ്പൽ സർവീസുകൾ തടസ്സപ്പെട്ടതോടെ വിതരണ ശൃംഖലയിൽ വലിയ കുറവാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് സർക്കാർ അത്യാവശ്യ സാധന നിയമപ്രകാരം എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം പ്രത്യേക ഉത്തരവിറക്കി സിലിണ്ടർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചത്. ഇനി കേരളത്തിലെ കാര്യം നോക്കിയാൽ തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ നഗരങ്ങളിൽ ഗാർഹിക സിലിണ്ടറിന് ഏകദേശം 920 രൂപയ്ക്ക് മുകളിലാണ് നിലവിലെ വില. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിരക്കുള്ളത് 933 രൂപ. ഹോട്ടൽ ഉടമകളുടെ സംഘടനയായ KHRA ഈ വിലക്കയറ്റത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. സിലിണ്ടർ വിലയും മറ്റു ചെലവുകളും വർദ്ധിച്ചതോടെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത്രയും ആശങ്കകൾക്കിടയിലും ചില ആശ്വാസ വാർത്തകളുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധനശേഖരമുണ്ടെന്നും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ധന ഇറക്കുമതിക്കായി ഇന്ത്യ റഷ്യയെയും അമേരിക്കയും കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക 30 ദിവസത്തെ പ്രത്യേക ഇളവ് നൽകിയതും വിതരണം സുഗമമാക്കാൻ സഹായിക്കും. കൂടാതെ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന 300 രൂപ സബ്സിഡി തുടരുന്നതിനാൽ അവർക്ക് ഈ വലിയ ഭാരം ഉണ്ടാകില്ല. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് വരെ ഈ നിയന്ത്രണങ്ങളും വിലക്കയറ്റവും തുടരാനാണ് സാധ്യത. സിലിണ്ടറുകൾ പാഴാക്കാതെ ഉപയോഗിക്കാനും ഔദ്യോഗിക വിവരങ്ങൾക്കായി ഏജൻസികളുമായി ബന്ധപ്പെടാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.